ഹായ് ഗായ്സ്, ഇന്നൊരു വാട്ട ഈറ്റിനെ ഡേ നോക്കാം. രാവിലെ തന്നെ ഇഡലിയും ചമ്മന്തിക്കറിയും ആയിരുന്നു. ചമ്മന്തി എന്ന് പറയുമ്പം ഇഞ്ചിയൊക്കെ വെച്ച് അരച്ച ഒരു ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറയാൻ പറ്റില്ല, ചട്നി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇഡലിയും ഈ ചട്നിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ള ചമ്മന്തി. പിന്നെ ഉച്ചയ്ക്ക് നല്ല ചോറും, നല്ല ചൂട് ചോറും, കണവത്തോരനും, പിന്നെ വാഴത്തടത്തോരനും, പിന്നെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച നല്ല ബാസ ഫിഷ്, അതിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. ഇതിൻ്റെ കണവത്തോരൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ഫിഷ് കറിയുടെ റെസിപ്പി ഞാൻ ഇടാം, നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്, വെച്ച് നോക്കുക, അടിപൊളിയാണ്. അങ്ങനെ ചോറെടുത്ത് ദാണ്ട കറിയിലൊക്കെ ഇട്ടൊന്ന് കുഴച്ച് അതിൽ കുറച്ച് തോരനും കുറച്ച് കണവത്തോരനും ഒക്കെ ഇട്ട് കുഴച്ച് അങ്ങോട്ട് കഴിച്ചു. സൂപ്പറായിരുന്നു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചതായിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയൊന്നും കുടിച്ചില്ല, ഒരു ലേസ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ രാത്രി പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ പാഴ്സൽ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഒരു വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം എനിക്കിപ്പോൾ എരിവൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. കൂടെ തന്നെ അവിടെ നിന്ന് കോയിൻ പൊറോട്ട അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും. കോയിൻ പൊറോട്ടയാണ്. അതിൽ നിന്ന് ഒരു കഷ്ണം പൊറോട്ടയും വെച്ചെടുത്ത് അതിലേക്ക് ഒരു കുഞ്ഞ് കഷ്ണം ചിക്കൻ്റെ പീസും പിച്ച് വെച്ച്, പിന്നെ ദാണ്ട് ഈ പൊരിച്ച പച്ചമുളക്, അത് നല്ല ടേസ്റ്റാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി സാധനമാണ്. പക്ഷെ നല്ല എരിവാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പൊളിയാണ്. ഇതെല്ലാം കൂടെ ചുരുട്ടി പിടിച്ച് ഒരു കഴിക്കണം. സ്വർഗം.